ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകണേന്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 2 ദിവസം മുന്നേ പോകാമെന്ന് വിചാരിച്ച്. ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, പിന്നെ അതുപോലെ ഹോസ്റ്റല് അതെല്ലാം സെറ്റാക്കണം. അതുകൊണ്ട് 2 ദിവസം മുന്നേ കേട്ടോ ഞങ്ങൾ പോകണത്. ഞാനാണ് വാശി പിടിച്ച് അഡ്മിഷനൊക്കെ എടുത്തത് കേട്ടോ, ബാംഗ്ലൂർ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിപ്പം തോന്നുന്നു ബാംഗ്ലൂർ പഠിക്കണ്ടായിരുന്നു എന്ന്. കാരണം എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നേ ഇല്ല. എനിക്ക് മമ്മീനെ ആരോണൊക്കെ നല്ലോണം മിസ് ചെയ്യോട്ടെ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എന്താ അഡ്മിഷൻ എടുക്കണ്ടായിരുന്നു എന്ന്. ഞാനാണെങ്കിൽ കരച്ചിൽ ഇത് കാണുമ്പോൾ മമ്മിക്ക് വിഷമാകും. സത്യം പറയാലോ, എനിക്ക് സത്യമായിട്ട് എനിക്ക് പോകണമെന്നില്ല. അപ്പോൾ അനിയത്തി ഇന്ന് പോവേണ്ട. ഞാൻ വിചാരിച്ചത് കാലത്തും തന്നെ ഞാൻ തന്നെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല, ഇവിടെ രാത്രി ഉറക്കിയിട്ടുണ്ടായില്ല. കരച്ചിലും ഇന്നലെ മുതൽ ഭയങ്കര നിലവിളി. കാരണം ഇത്രയും ദിവസം ബാംഗ്ലൂർ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പം ഞാൻ കാലത്ത് തന്നെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉറക്കം വന്നുണ്ടായില്ല. നമുക്ക് അങ്ങനെയാണല്ലോ, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ വിഷമം പുറത്ത് കാണിക്കാനായിട്ട് പറ്റില്ല. ഞാനും കൂടി വിഷമിക്കുന്ന കണ്ടാൽ അവൾക്ക് കൂടുതൽ ഇതാവും. അപ്പോൾ അവൾ കരച്ചിലും കാര്യങ്ങളാണ്. ഇനി പഠിക്കണില്ല, ഫണ്ട് തിരിച്ച് വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതുണ്ടാവും കുറച്ച് ദിവസം. എന്തായാലും വീട്ടുകാരെ എല്ലാവരെയൊക്കെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞത് ഇവളുടെ കൂട്ടുകാരികളിൽ ഇവളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ആശ്വാസം എനിക്കുണ്ട്. നമുക്ക് പുതിയ പിള്ളേരൊക്കെ ആകുമ്പോൾ അവരായിട്ട് ഇണങ്ങി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. ആ ഒരു പേടിയില്ല. കാരണം ഇവളുടെ കൂടെ പഠിച്ച പിള്ളേർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും വിഷമമുണ്ട്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. 9:30ക്കാണ് ട്രെയിൻ. അപ്പോൾ ഇപ്പം സമയം 7:45 ആവണുണ്ട്. ഇപ്പം ഇറങ്ങാമെന്ന് ഇച്ചിരി നേരത്തെ ചെല്ലാമെന്ന് കരുതിയാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ പപ്പ അമ്മയും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ സ്റ്റേഷനിൽ അനിയത്തിയും ഹസ്ബൻഡും ശ്രേയക്കുട്ടിയൊക്കെ വരും കേട്ടോ. ഇല്ല, നമുക്ക് എന്താ പറയാനുള്ളത്? മോനെ നല്ലപോലെ പഠിക്കുക, നല്ല നിലയിലെത്തണം. നീ കാണിച്ചു കൊടുക്കണം എല്ലാവരും നല്ല നീ ഇരിക്കുന്നത്. അതിന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ കേട്ടോ. നീ നല്ലപോലെ പഠിക്കണം. ഒന്നിലിട്ട് നീ ചാടല്, നല്ലപോലെ പഠിക്കുക. അപ്പൊക്കാ ലോങ്ങാണ്, സൂക്ഷിക്കണം. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ശ്രേയനൊക്കെ ഉണ്ട്. ശ്രേയാണ് കുറച്ച് ലഗേജൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലേ? വെയിറ്റ് ഇല്ലേ? പിന്നെ നല്ല വെയിറ്റാണ്. എനിക്ക് വിഷമുണ്ടാ ചെറുതായിട്ട്. എൻ്റെ ബാഗിനാണെങ്കിൽ കൊടുക്കട്ടെ. വെയിറ്റ് പിടിക്കോ? ഭയങ്കര വെയിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ്. ഇതിൽ തന്നെ ഡ്രസ്സ്, കോസ്മെറ്റിക്സ് അതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനവിടെ വീട് വെച്ച് താമസിക്കാൻ പോണ വീട്ടിലെ സാധനങ്ങൾ മൊത്തം ഉണ്ട്. ഫ്ലാസ്ക്, ഡ്രയറ് അല്ലാണ്ട് ഇത്ര ലഗേജാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകണത്. പിന്നെ ട്രെയിൻ പിന്നെ 9:30 ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഹലോ ഗേസ്, അപ്പോൾ നമ്മളെല്ലാവരും അനിയത്തിനെ യാത്രയാക്കാൻ വന്നാക്കണേ. നമ്മൾ പാലുവേലാണ്. പപ്പയുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, ശ്രേയക്കുട്ടി ഉണ്ട്. ഇന്ന് അനീറ്റ ബാംഗ്ലൂർക്ക് പോകണേണ്. അനീറ്റക്ക് വിഷമമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അനീറ്റ ഹാപ്പി ജേണി. താങ്ക് യു. 9:25 ആയപ്പോഴേക്കും ഞാൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ ഇല്ലമ്മക്ക് ഉമ്മ കൊടുത്തപ്പോഴാണെങ്കിൽ ഇല്ലമ്മക്ക് അറിയാനൊക്കെ പോയി. എല്ലാവരുടെ മുഖത്തും നല്ല വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അവരെ പ്രകടിപ്പിക്കില്ലെന്ന് മാത്രമുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പിരിഞ്ഞൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി കേട്ടോ. എനിക്ക് സീയക്കുമാണെങ്കിൽ ഒരു സീറ്റിൽ തന്നെ കേട്ടോ സീറ്റ് കിട്ടിയത്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് സീറ്റിലാണെങ്കിൽ ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ ഇരുന്നത്. അവരുടെ പിള്ളേരാണെങ്കിൽ പൊളിയായിരുന്നേ. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കഴിക്കാനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി കേട്ടോ. ഓറഞ്ച്, ബിസ്ക്കറ്റ്, ലേസ് അങ്ങനെ പല പല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേ. ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ബിരിയാണി വാങ്ങിച്ചേ. ബിരിയാണിയിലായിരുന്നെങ്കിലോ പുഴുവും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ ഫോൺ വഴി ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. ബിരിയാണിയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. തമിഴ്നാട് സ്റ്റൈലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഓക്കെ. ഈവനിങ് ഒക്കെ ആയപ്പോഴാണെങ്കിൽ ഓരോരോ സ്റ്റേഷനിലൊക്കെ ട്രെയിനൊക്കെ പിടിച്ചിടാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് സ്റ്റേഷനിലാണെങ്കിലോ നിറച്ച് കുരങ്ങന്മാർ. അപ്പോൾ ആരോണൊക്കെ കുരങ്ങനെ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കണേ. കുറേ നേരം ട്രെയിനിലിരുന്നിട്ടാണെങ്കിൽ എനിക്ക് ബോറടിച്ചു കേട്ടാ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അങ്ങനെ സിയ പോയി കിടന്നുറങ്ങിയിട്ടാ. സിയ പോയപ്പോഴാണെങ്കിലോ ഞാൻ നല്ല കട്ട പോസ്റ്റായി. ഞങ്ങളാണെങ്കിൽ രാവിലെ 9 മണിക്ക് കയറിയതാണ്. ഇനി ബാംഗ്ലൂർ എത്തുമ്പോൾ എന്തായാലും 8 മണി 9 മണി ആകും.
അതുവരെ പോസ്റ്റ് അടിച്ചിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ വിഷമം. കുറേ നേരം കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവർക്ക് എത്തേണ്ട സ്റ്റേഷനായിട്ടാ. അങ്ങനെയാണെങ്കിൽ അവരും പോയി. ശരിക്കും പറഞ്ഞാൽ അവർ നല്ല പിള്ളേരായിരുന്നു, ഒടുക്കത്തെ വൈബായിരുന്നു. പിന്നെ അവർ പോയപ്പോഴാണെങ്കിലോ ഞങ്ങൾക്ക് നല്ല വിഷമമായിട്ടാ. ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ആവാറായിട്ടാ. അതുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ടോ. റൂമും കാര്യങ്ങളും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടോ. അത് കോളേജിൻ്റെ അടുത്ത് തന്നെയായിരുന്നേ. അപ്പോഴാണെങ്കിൽ അവിടുത്തെ ഒരു ചേട്ടൻ വന്ന് ഞങ്ങളെല്ലാവരെയും പിക്ക് ചെയ്തു കേട്ടാ. ഞങ്ങൾ മൊത്തം 10 പേരുള്ളതുകൊണ്ട് ട്രാവലറിലാണേ പോയി. അങ്ങനെ ഒരു 11 മണിയപ്പോഴാണെങ്കിൽ എല്ലാവരും റൂമിലെത്തിയിട്ടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കിടന്നു ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.